തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. സ്വകാര്യ ചാനലിന് വീഡിയോ ചിത്രീകരിക്കുവാൻ തിരൂരങ്ങാടി പോലീസ് യുവാവിനെ കയ്യാമം വെച്ച് അപമാനിച്ചെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. സമൂഹമാധ്യമത്തിലെ പോസ്റ്റ് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത മൂന്നിയൂരിലെ ചെമ്പൻ അബ്ദുൾ റഷീദിനെയാണ് കയ്യാമം വെച്ചത്. യുവാവിനെ കയ്യാമം വെച്ച തിരൂരങ്ങാടി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ വള്ളിക്കുന്ന് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മാർച്ച് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. CPIM വള്ളിക്കുന്ന് ഏരിയ കമ്മിറ്റി അംഗം പി വിനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോൾ തന്നെ സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായിക്കോളാം എന്ന് പറഞ്ഞ യുവാവിനെ രാത്രി സിനിമയിലെന്ന പോലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായതെന്നും ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം വെച്ചാണ് SHO കളിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനെ 24 ചാനലിൻ്റെ മുതലാളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ ഒരു കമൻ്റ് ഇട്ടു. അത് വേറൊരാളുടെ പോസ്റ്റ് എടുത്ത് ഇട്ടിട്ട് ഇത് ശരിയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുക്കുകയാണ്. ആ പരാതി കിട്ടി ചാനൽ ആളുകൾ വിളിക്കുമല്ലോ, സ്വാഭാവികമല്ലേ. ഇപ്പോഴത്തെ ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്താ? എന്ത് ചെറിയ കാര്യത്തെയും ലൈവാക്കി വലിയ രീതിയിലേക്ക് വാർത്തയാക്കുന്ന പ്രവണത കാണിക്കുന്ന ചാനലുകാർ ഇവിടുത്തെ SHOയെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും പോലീസ് അയാളെ വിളിച്ചു, നേരത്തെ പറഞ്ഞ പോലെ ഹാജരാവണം. നേരിട്ട് ഹാജരാവാൻ ഒരു പ്രയാസമില്ലാത്ത ആളാണ്. ഹാജരാവാന്ന് പറഞ്ഞു. രാത്രി വീട് വളഞ്ഞു കൊണ്ടുവന്ന് നമ്മളൊരു സിനിമാ തിരക്കഥ ഉണ്ടാക്കി എങ്ങനെയാണോ അഭിനയിക്കുക ആ തരത്തിലേക്കാണ് ഈ നാറി SHO ഈ നിലപാട് സ്വീകരിച്ചത്. അല്ലേ? ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം വെച്ച് കളിക്കുക. അയാളുടെ ഫോട്ടോ, അയാളുടെ വീഡിയോ ഈ ചാനലിനകത്ത് വരണമെന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി ഈ അങ്ങാടിയിൽ വിലങ്ങ് വെച്ച് ഈ അങ്ങാടിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി ദർശനേൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ചിങ്ങോട്ട് വരിക. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരിക. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകല്ല, കോടതിയിലേക്ക് കൊണ്ടുപോകല്ല. ഇത് വധശ്രമ കേസിലെ പ്രതിയാണോ? പീഡന കേസിലെ പ്രതിയാണോ? രാജ്യദ്രോഹ കേസിലെ പ്രതിയാണോ? വേറെ ഏതെങ്കിലും കേസിലെ പ്രതിയാണോ? ഈ രാജ്യം മുഴുവൻ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് ജോലി തേടിപ്പോയ ആളുകളെ, ഇന്ത്യക്കാരെ കൈവിലങ്ങും കാൽവിലങ്ങും അണിയിച്ച് അവിടുത്തെ യുദ്ധവിമാനത്തിൽ ഈ രാജ്യത്തേക്ക് കടത്തിയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മിണ്ടാതിരുന്നതിനെ കുറിച്ച് പ്രതിഷേധിക്കുന്ന ജനതയുടെ മുമ്പിലേക്കാണ് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ആ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരു SHO ഈ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് ഡിവൈഎഫ്ഐ ഇങ്ങോട്ട് വന്നത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ അഖിൽ തേഞ്ഞിപ്പാലം ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VP വിശ്വനാഥൻ, M വീരേന്ദ്രകുമാർ, മൂന്നിയൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP നന്ദനൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി PV അബ്ദുൾ വാഹിദ് സ്വാഗതവും ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി TP നന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.